പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച സഹായം ചോദിച്ചൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. വളരെ ഉഷാറായിട്ടുണ്ട്. വാട്സപ്പ് അല്ല, നല്ലോണം മനസ്സിലായിക്കോളി. ആ വാട്സപ്പിൽ ഇരുട്ടിന്റെ റൂമിൽ ഇരുന്നിട്ടേ അപ്പുറത്തുപ്പുറത്തു നിന്നിട്ടുള്ള മെസ്സേജ് ഇട്ടുള്ള കളിയില്ലേ, അത് മുന്നിലെത്തിയാ നടക്കൂല കേട്ടോ. എന്തേ മനസ്സിലാക്കിയത്? മൂപ്പരുമ്പോ ചൂടാകുക, മേശക്കടിക്കുക, ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളോടൊരു ദയില്ല. മുത്തല്ലിമീങ്ങൾ നിബന്ധനയാണ്, നിങ്ങൾ കുട്ടികളെ വരാൻ പാടുള്ളൂ. നിങ്ങൾ സാധാരണ ഒന്നോളിന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങൾ മുഴുവൻ മൗലവിമാരെ പുല്ലുകും മറ്റുമാവൻ കൊണ്ടുവന്നോളൂ, പൊന്നാനിയിൽ ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. എന്തുണ്ടായത്? ചാടിക്കളിക്കുക, റോങ്ങാണ്ട മൂലരെ മൗലവി ചൂടാണ്ട, ആകെ വള്ളം പറ്റി, പിന്നെ ഒന്നും പറയാൻ കഴിയൂല. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ആളൊന്നും ഉപദേശിച്ചു കൊടുക്കണമല്ല. ഞങ്ങൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിനാ വഖൂലൂ ഉൻദുർനാ. ആമനൂ, വിശ്വസിച്ച ജനങ്ങൾ പഠിച്ചു വെച്ചോ, ഈ ചോദ്യം ആവർത്തിക്കണ്ട. വിശ്വസിച്ചവരെ എന്നുള്ളതിൽ ഞങ്ങൾ പുറത്താന്ന് ആരെങ്കിലും പറഞ്ഞേ? ഞങ്ങളൊക്കെ അതിൽ പെട്ടിക്കണേ. നിങ്ങൾ പെട്ടുകണോ പെട്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പെട്ടുകണേ. ഞങ്ങളോട് അല്ലാഹു തആല പറയാണ്, എന്താണ്? റായിന പറയരുത്, വഖൂലൂ ഉൻദുർനാ, ഉൻദുർനാ എന്ന് നിങ്ങൾ പറയണേ മുഅ്മിനീങ്ങളെ. പരിശുദ്ധ ഖുർആൻ. പിന്നെ മൂപ്പരതിന്റെ അവതരണ പശ്ചാത്തലം പറയാ. നെക്കിറാമായിരിപ്പ ഒരു ഉന്തോങ്ങൾ പഠിച്ചിട്ടില്ല, അവതരണ പശ്ചാത്തലത്തിന്റെ ഉസൂലുകൾ പഠിച്ചിട്ടില്ല. ഇഅ്ലം അന്നൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. പഠിച്ചോ? പരിഗണന ഉള്ളത് ലഫ്ളിന്റെ വ്യാപകത്വം കൊണ്ടാണ്. ഒരായത്ത് എവിടക്കൊക്കെ പിറ്റാകോ അത് മുഴുവനും പരിഗണനയാണ്. ലാ ബിഖുസൂസി സബബി, പ്രത്യേകമായ സാഹചര്യം കൊണ്ടല്ല പരിഗണനയുള്ളത്. തെങ്ങൈ മരങ്ങളൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നവരെ ദീനിന്റെ കഥ ഉണ്ടാവും. നിങ്ങൾ ആ അമാനി മൗലിന്റെ ഖുർആനും പരിഭാഷയും നോക്കിയിട്ട് ഇങ്ങനെ വരിക. ഇവിടെ പറയണേ ആയിഷാ ബീവിന്റെ വ്യഭിചാരോപണ സംഭവത്തിൽ ഇറങ്ങിയ ആയത്ത് ആ സംഭവത്തിലാ. അത് ഞങ്ങനെ ചെയ്യണം, ആർക്കോ ബാധകല്ല. നിങ്ങളൊക്കെ പത്ത് കൊടുക്കാൻ നിന്നാ മൗലവി. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. അത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ലാ തഖൂലൂ റായിന വഖൂലൂ ഉൻദുർനാ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ത്? അല്ലാഹുവിന്റെ ഹബീബ് മുൻകഴിഞ്ഞു പോയ ആരെങ്കിലും സഹായം നേടിക്കണോ? ഒരൊറ്റ തട്ടി അറബിക്കടലിലേക്ക് തട്ടി. നമ്മളെ വിഷയം നബി തങ്ങളടക്കമുള്ളതായ മഹാന്മാരോടുള്ള സഹായതാട്ടം. നബി തങ്ങളുടെ സഹായതാട്ടാണോ? വാദമെഴുതിക്കോ. അടുത്ത സംവാദത്തിന് പൊന്നാനിയിൽ തന്നെ ആട്ടെ. നബി തങ്ങൾ സഹായം നേടിയിട്ടുണ്ടോ? നബി തങ്ങളടക്കമുള്ള വഫാത്തായി പോയ മഹാന്മാരോടുള്ള സഹായതാട്ടം. നിങ്ങൾ വ്യവസ്ഥയും വായിച്ചിട്ടില്ല മൗലവി. നെക്കിറാമായിരിക്കും നിങ്ങൾക്ക് എന്തായാലും തിരിഞ്ഞില്ല, ഉമൂവും നിങ്ങൾക്ക് തിരിഞ്ഞില്ല. നിങ്ങൾ വ്യവസ്ഥ പച്ച മലയാളത്തിലല്ലേ എഴുതിക്കണ്, അതും വായിച്ചില്ല. നിങ്ങൾ ഇന്ന് രാവിലെ പോന്നപ്പോ എന്താ തിന്നത്? ഞങ്ങൾക്ക് സംശയമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ഈ ജനങ്ങളോട്. നിങ്ങൾ പഠിപ്പിച്ച ഉസൂലും മുഴുവനും പൊളിഞ്ഞുപോയി. അല്ലാഹു പറയുന്നു, ഉൻദുർനാ യാ റസൂലല്ലാഹ്. അതനുസരിച്ച് സ്വഹാബികൾ തേടിക്കണം. അടുത്ത വിഷയം തെളിവാ അവിടെ പറഞ്ഞത്. ചാടല്ലി ആ കണ്ടം ചാടുന്ന പരിപാടിക്ക് ഇവിടെ വിടൂല. അത് വാട്സപ്പല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയണേ. ഇത് കളി മാറിയിക്കണേ, മുന്നിലിരുന്നു കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. പിന്നെ നിങ്ങളുടെ ചോദ്യം വഫാത്തായി പോയ അള്ളാന്റെ ഹബീബ് അടക്കമുള്ള മഹാന്മാരുള്ള സഹായതേട്ടം, അതാ നമ്മളെ വിഷയം. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സഹായം തേടിയിട്ടുണ്ടോ? അത് വിഷയത്തിന്റെ പുറത്താണ്. അതിന് വാദിക്കണോ? നബിതങ്ങൾ ഇസ്തിഹാദ നടത്തിക്കണോ? അടുത്ത വാദിക്കോ. വിഷയം പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല, ഉമൂമും പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇഅ്ലം അന്നൽ ഇബ്റത. പഠിച്ചോ? ഇത് ശരിക്കും പഠിച്ചോ. ഈ കീറത്താക്കോ ഇരിഞ്ഞു വരണ്ട. ഇഅ്ലം അന്നൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. ഒന്നും പറയാല്ലാത്തോണ്ടേ മൂപ്പര് കാന്തവ്യവസ്ഥയുടെ മേത്ത് കയറാ. ഏതായിരുന്നാലും മുസ്ലിയാര് തിരിച്ച് കാര്യം കഴിക്കാനുള്ള പ്ലാനില്ല. ഇപ്പൊ എന്താ തിന്നിട്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ട് മുസ്ലിയാര്. സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ വിശദീകരണം അല്ല വേണ്ടത്. ഇവിടെ ഇതൊന്നും കാണാതെയാണോ പണ്ഡിതന്മാരിത് പറഞ്ഞത്? പിന്നെ രണ്ടാമത്തെ ചോദ്യം വല്ലാതെ കുഴക്കി മൂപ്പര് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് ചോദിച്ചിട്ടുണ്ടോ? എന്താ ഇവിടുത്തെ വ്യവസ്ഥ? എന്താ വ്യവസ്ഥയിൽ എഴുതിയത്? മരിച്ചുപോയ മഹാത്മാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലം മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരെ വിളിച്ചിട്ടുണ്ടോ ചോദ്യം? എന്താ നിങ്ങൾക്ക് ഒരു ബേജാറ്?
എന്താ ബേജാറ്? നിങ്ങൾക്ക് വല്ലാതെ കൊള്ളുണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളായിട്ട് കാര്യമില്ല. ആ കാന്തപുരം പഠിപ്പിച്ചെന്നല്ല നിങ്ങൾ പഠിച്ചിറക്കുന്നത്, അത്രേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല സമസ്തക്കാരാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയല്ലോ, നിങ്ങൾ ഔലിയാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തില്ലല്ലോ. സമസ്തക്കാർ ഔലിയാക്കന്മാരുടെ മിനിമം ക്വാളിഫിക്കേഷൻ അരിപ്പതി ലൂസാകല. അതേപോലെ തന്നെ സമസ്തക്കാരിൽ നിൽക്കണമെങ്കിൽ ഒരു അരപ്പിരി കുറച്ച് അന്തംകമ്പി വേണം. അങ്ങനത്തെ ഒരായാലും നിൽക്കുള്ളൂ, അല്ലാത്തവരായാലും ഉണ്ടാവില്ല. മനസ്സിലായി? അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ശരിക്കും മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞതറിയോ? 18ഓളം പ്രവാചകന്മാരെ പേര് എടുത്ത് ഖുർആൻ പറഞ്ഞിട്ട് ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിയ. ഇത് പ്രവാചകനോട് പറഞ്ഞതാ, അത് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നബിയെ ആ പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ മാർഗദർശനം സിദ്ധിച്ച ആളുകൾ. അതുകൊണ്ട് ഫബിഹുദാഹു മുഖ്തദിയ, അവരുടെ മാർഗമാണ് നബിയെ താങ്കൾ പിൻപറ്റേണ്ടത്. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ചോദ്യമാണ് അവിടെ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടാൻ തെളിവുണ്ടെങ്കിൽ ശരീഅത്തിന്റെ വിഷയത്തിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും തൗഹീദിന്റെ വിഷയത്തിൽ മുഴുവൻ അമ്പിയാക്കന്മാരും ഒന്നാണ്. അതുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രയാസങ്ങൾ, നിങ്ങൾ ഹാജത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അള്ളാഹു റസൂൽ പല ഹാജത്തുകളും ഉണ്ടായിട്ടുണ്ട്, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിത കാലഘട്ടത്തിൽ പല സ്വഹാബത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചുപോയ മഹാത്മാ